കാസർഗോഡ് മാലക്കല്ലിൽ സംസ്ഥാന പാതയിലെ കുഴിയിലേക്ക് ബൈക്ക് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. മാലക്കല്ല് പൂക്കയം സ്വദേശി സുധീഷിനാണ് പരിക്കേറ്റത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നെ വേറൊരു മുന്നറിയിപ്പ് ആർക്കും മനസ്സിലാകാത്തൊരു മുന്നറിയിപ്പ് ബോർഡില്ല ഇവിടെ. അത് സ്ഥാപിക്കേണ്ടതായിരുന്നു. മുന്നറിയിപ്പ് ബോർഡില്ല. അത് കുഴി മൂടുന്നതിന് അലംഭാവം കാണിക്കുകയായിരുന്നു. സാരംഗ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സാരംഗ്, കലിങ്കിന് താഴേക്ക് ആ ബൈക്ക് മറിഞ്ഞു കിടക്കുകയാണ്. സ്വാഭാവികമായും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരിക്കും. എന്താണ് വിവരങ്ങൾ? മാധു, അഭിലാഷ്, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ സുധീഷിന് പരിക്കേൽക്കുന്നത്. കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിൽ ഏതാനും ദിവസങ്ങളായി ഈ നവീകരണ പ്രവർത്തനങ്ങൾ, റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായി ഉണ്ടാക്കിയ കുഴിയിൽ വീണാണ് യുവാവിന് പരിക്കേറ്റത്. മാത്രമല്ല, അത്തരത്തിൽ അവിടെ ഒരു കുഴിയുണ്ട് അല്ലെങ്കിൽ ഒരു കലുങ്കുണ്ട് എന്നുള്ള യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളും അവിടെ കരാറുകാർ സ്ഥാപിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ച. ഇതേ തുടർന്നാണ് യുവാവിന് പരിക്കേറ്റത്. കലുങ്കിൽ നിന്ന് താഴേക്ക് ഉള്ള കുഴിയിലേക്ക് വീഴുകയായിരുന്നു. മാത്രമല്ല, അവിടെ ഒരു ചെങ്കുത്തായ ഒരു പ്രദേശമാണ്. അതിൻ്റെ തൊട്ടുഭാഗത്തായി തന്നെ കുറ്റിക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പകൽ സമയത്ത് പോലും ആളുകൾക്ക് അവിടെ കാണാൻ കഴിയാത്ത, കുഴികളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉണ്ടോ എന്ന് കാണാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സുധീഷിന് പരിക്കേൽക്കുന്നത്. സുധീഷിനെ ഇപ്പോൾ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലിന് ഗുരുതരമായ പരിക്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാർ ചെറിയ തോതിലേക്കുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ കടക്കുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.